everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 51st lecture on recovery and refund of income tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem on deduction of tax at source. And in this lecture, we are going to discuss about collection of tax at source. In certain cases, tax shall be collected at source when a payment is made in connection with the business of trading. അതായത് certain കേസസിൽ ട്രേഡിംഗ് ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ടാക്സ് ഷാൾ ബി കളക്റ്റഡ് അറ്റ് സോഴ്സ്. certain കേസസിൽ ട്രേഡിംഗ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ് പേയ്മെൻറ്റ് നടക്കുന്നത് എങ്കിൽ ടാക്സ് അവിടെ അറ്റ് സോഴ്സ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് TDS, tax is deducted from actual income, and in the case of TCS, tax is collected from the buyer at the time of payment, assuming that there would be profit or income. നമ്മൾ TDS ഡിസ്കസ് ചെയ്തതാണ്. TDSൻ്റെ കേസിൽ ആക്ച്വൽ ഇൻകത്തിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് TCSൻ്റെ കേസിൽ ബയറിൽ നിന്നും പേയ്മെൻറ്റിൻ്റെ ടൈമിൽ അവിടെ പ്രോഫിറ്റോ ഇൻകമോ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ടാക്സ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അഥവാ TCS ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 206C ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സിൽ ഫസ്റ്റ് കേസ് നോക്കാം. സെല്ലേഴ്സ് ഓഫ് certain goods are required to collect tax from the buyers at the specified rates. അതായത് certain ഗുഡ്സിൻ്റെ സെല്ലേഴ്സ് ബയേഴ്സിൽ നിന്നും സ്പെസിഫൈഡ് റേറ്റ്സിൽ ടാക്സ് കളക്ട് ചെയ്യണം. ദ സെല്ലർ ഈസ് ലയബിൾ ടു കളക്ട് ദ ടാക്സ് അറ്റ് ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്: at the time of debiting the account of the buyer, or at the time of receipt of the amount from the buyer in cash or check or draft or any other mode. ഇനി പറയുന്ന ഡേറ്റ്സിൽ ഏർലിയർ ഏതാണോ വരുന്നത് അപ്പോഴാണ് സെല്ലർ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. ഏതൊക്കെ ഡേറ്റ്സ് ആണെന്ന് നോക്കാം. അറ്റ് ദ ടൈം ഓഫ് ഡെബിറ്റിംഗ് ദി അക്കൗണ്ട് ഓഫ് ദി ബയർ, ബയറിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് റെസീറ്റ് ഓഫ് ദി എമൗണ്ട് ഫ്രം ദ ബയർ ഇൻ ക്യാഷ് ഓർ ചെക്ക് ഓർ ഡ്രാഫ്റ്റ് ഓർ എനി അതർ മോഡ്. ബയറിൽ നിന്നും ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡിലോ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സിൽ ഏതാണോ ഏർലിയർ വരുന്നത് അപ്പോഴാണ് സെല്ലർ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ. The relevant rates for collection of tax at source is as follows. TCSൻ്റെ കളക്ഷനുള്ള റിലവൻറ്റ് റേറ്റ്സ് ആണ് ഇനി പറയുന്നത്. നേച്ചർ ഓഫ് ഗുഡ്സ്, റേറ്റ് ഓഫ് TCS. നേച്ചർ ഓഫ് ഗുഡ്സും റിലവൻറ്റ് റേറ്റ് ഓഫ് TCSും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ആൻഡ് ദ റേറ്റ് ഓഫ് TCS is 1%. ആൻഡ് ദ സെക്കൻഡ് വൺ is 10 leaves and the rate of TCS is 5%. Third one is timber obtained under forest lease and the rate of TCS is 2.5%. Fourth one is timber obtained by any mode other than under a forest lease and the rate of TCS is 2.5%. First one, human consumption ഉള്ള ആൽക്കഹോളിക് ലിക്കർ ആണ്, അതിൻ്റെ റേറ്റ് ഓഫ് TCS is 1%. സെക്കൻഡ് വൺ 10 leaves ആണ്, അതിൻ്റെ റേറ്റ് ഓഫ് TCS is 5%. തേർഡ് വൺ അണ്ടർ ഫോറസ്റ്റ് ലീസ് ഒബ്റ്റെയിൻ ചെയ്ത ടിമ്പർ ആണ്, അതിൻ്റെ റേറ്റ് ഓഫ് TCS is 2.5%. ഫോർത്ത് വൺ ഫോറസ്റ്റ് ലീസിലല്ലാതെ മറ്റേതെങ്കിലും മോഡിൽ ഒബ്റ്റെയിൻ ചെയ്ത ടിമ്പർ ആണ്, ആൻഡ് ദ റേറ്റ് ഓഫ് TCS is 2.5%. ഫിഫ്ത്ത് വൺ is any other forest produce not being timber or 10 leaves and the rate of TCS is 2.5%. Sixth one is scrap and the rate of TCS is 1%. And the seventh one is minerals being coal or lignite or iron core and the rate of TCS is 1%. Fifth one, ടിമ്പറോ 10 leavesോ അല്ലാത്ത മറ്റേതെങ്കിലും ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ്, ആൻഡ് അതിൻ്റെ റേറ്റ് ഓഫ് TCS is 2.5%. Sixth one is scrap and the rate of TCS is 1%. And seventh one is minerals being coal or lignite or iron core.
കോളോ ലിഗ്നൈറ്റോ അയൺ കോറോ ആയ മിനറൽസ്. അതിൻ്റെ റേറ്റ് ഓഫ് TCS is 1%. If the above mentioned goods are purchased by a buyer who is resident in India for the purposes of manufacturing, processing or producing articles or things or for the purposes of generation of power and not for trading purposes, the tax shall not be collected by the seller. അതായത് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത ഗുഡ്സ് ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരു ബയ്യർ പർച്ചേസ് ചെയ്തത് മാനുഫാക്ചറിങ്ങിൻ്റെയോ പ്രോസസ്സിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ തിങ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ പവർ ജനറേഷൻ്റെയോ പർപ്പസസിന് വേണ്ടിയാണ്, അല്ലാതെ ട്രേഡിംഗ് പർപ്പസസിന് വേണ്ടിയല്ല എങ്കിൽ സെല്ലർ ബയ്യറിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യില്ല. For this purpose, he has to furnish a declaration in duplicate in the prescribed form to the seller. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത ഗുഡ്സിൽ ടാക്സ് കളക്ട് ചെയ്യാത്ത കേസ് പറഞ്ഞല്ലോ. ആൻഡ് ഇങ്ങനെ സെല്ലർ ബയ്യറിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബയ്യർ ഒരു ഡിക്ലറേഷൻ ഇൻ ഡ്യൂപ്ലിക്കേറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സെല്ലർക്ക് ഫേണിഷ് ചെയ്യണം. The seller shall deliver one copy of the declaration to the prescribed authority up to 7th day of 1 month next following the month in which declaration is furnished to him. അതായത് ടാക്സ് കളക്ട് ചെയ്യാതിരിക്കാൻ ബയ്യർ സെല്ലർക്ക് ഡിക്ലറേഷൻ ഫേണിഷ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ആൻഡ് ബയ്യർ സെല്ലർക്ക് ഈ ഡിക്ലറേഷൻ ഫേണിഷ് ചെയ്യുന്ന മന്ത് ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് മന്ത്, അതായത് ഡിക്ലറേഷൻ ഫേണിഷ് ചെയ്ത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് മന്തിൽ അപ് ടു 7th ഡേ, അതായത് മാക്സിമം 7 ഡേയ്സിൽ ബയ്യർ സെല്ലർക്ക് ഫേണിഷ് ചെയ്ത ഈ ഡിക്ലറേഷൻ്റെ ഒരു കോപ്പി പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് ഡെലിവർ ചെയ്യണം. ഓക്കെ. റീറ്റെയിൽ വെൻഡേഴ്സ് ആർ നോട്ട് ബയേഴ്സ് അണ്ടർ സെക്ഷൻ 206C. നോ TCS ടു ബി കളക്റ്റഡ് ഫ്രം ദം. റീറ്റെയിൽ വെൻഡേഴ്സ് ബയേഴ്സ് അല്ല. അണ്ടർ സെക്ഷൻ 206C റീറ്റെയിൽ വെൻഡേഴ്സിൽ നിന്നും TCS കളക്ട് ചെയ്യില്ല. ഓക്കെ. The balance of this topic will continue in the next lecture. Thank you.